വിനേഷ് ഫോഗട്ടിനെ എന്നെ കേൾക്കുന്നവർ എത്ര പേരറിയുമെന്നറിയില്ല. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് പേരറിയില്ലെങ്കിലും ഏതാനും നാളുകൾക്ക് മുമ്പ് ഡൽഹിയുടെ തെരുവീഥികളിൽ തങ്ങളുടെ മാനം ഹനിക്കപ്പെട്ടു, തങ്ങളെ ക്രൂരമായി വേദനിക്കപ്പെട്ടു, മുറിവേൽക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അതിന് കാരണക്കാരനായവനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തിയ, കൊടിയുയർത്തിയ, പതാകവാഹകരായ കായിക താരങ്ങൾ തെരുവിലിറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് അലറി വിളിച്ച് കരഞ്ഞ, ഇനി ഒരിക്കലും എനിക്കൊരു മെഡൽ വേണ്ട, ഞാൻ നേടില്ലെന്നും നേടിയത് തന്നെ ഗംഗയിലേക്ക് ഒഴുക്കുമെന്നും പറഞ്ഞ ഒരു സഹോദരി ഇന്നലെ ഒളിമ്പിക്സിൽ ഈ രാജ്യത്തിൻ്റെ പതാകയേന്തി ഒരു മെഡൽ ഉറപ്പാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ മേൽ പ്രയോഗിച്ച ക്രൂരതകൾക്ക് കൂടി പ്രതികാരം ചെയ്യുകയാണ്. വിനേഷ് ഫോഗാട്ട് എന്ന് പറയുന്നത് ഒരു സഹോദരിയുടെ പേരാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു ഗുസ്തി താരമാണ്. ഗുസ്തിയുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യം നൽകുന്ന, അല്ലെങ്കിൽ പൊതുവിൽ സ്പോർട്സിന് നൽകുന്ന ആ പ്രാധാന്യത്തെക്കുറിച്ചും അവരനുഭവിക്കുന്ന സംഗതികളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. എന്തെങ്കിലും കിട്ടപ്പോരുള്ളതും നക്കാനുള്ളതും കൈയിടാനുള്ളതും ക്രിക്കറ്റിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ലക്ഷ്യം BCCയും ICCയും ഒക്കെയാണ്. എന്നാൽ അതിനപ്പുറത്ത് സ്വാഭാവിക ജീവിതത്തിൽ പ്രതിസന്ധിയോട് പടവെട്ടി കഷ്ടപ്പാടുകൾക്ക് നടുവിൽ നിന്ന് ഒരു വൈകാരികമായി കായിക രംഗത്തെ സ്നേഹിക്കുന്ന ഒരുപാട് കായിക പ്രതിഭകളുണ്ട്. അവരെയൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല. ഈ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന സഹോദരി 8-ാം വയസ്സിൽ അച്ഛൻ മരിച്ചുപോയ അനാഥയായ മകളായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം, ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം. 2 തവണ കാൽമുട്ടിന് സർജറി നടത്തേണ്ടി വന്നു. ജീവിത പ്രയാസങ്ങളുടെ നടുവിലൂടെ മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്തിന് വേണ്ടി അവളും അവളുടെ കൂട്ടാളികളും മെഡലുകൾ നേടിക്കൊണ്ടേയിരുന്നു. ക്രിക്കറ്റ് കളിയെപ്പോലെ കാതടപ്പൻ സ്പോൺസർഷിപ്പുകളില്ലാത്തതുകൊണ്ട് വളരെ വർണ്ണപ്രഭ വിരിയുന്ന വാർത്തകളായൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ചെറിയ ചെറിയ കോളങ്ങളിൽ കുസ്തി താരങ്ങൾക്ക് മെഡൽ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളുണ്ടാവും. നമുക്കതൊന്നും അത്ര പ്രാധാന്യം തോന്നില്ല. കാരണം നമുക്കറിയാത്തതുകൊണ്ടും നമുക്കിഷ്ടമല്ലാത്തതുകൊണ്ടും അത് കാണുന്നതിന് വേണ്ടി നമ്മൾ ഒത്തിരി സമയം ചിലവഴിക്കാത്തതുകൊണ്ടും. പക്ഷേ ഇവരൊക്കെ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പെടുന്ന പരിശീലനങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ എല്ലാം അനുഭവിക്കുന്നതിനോടൊപ്പമാണ് പീഡനങ്ങൾ കൂടി ഏൽക്കേണ്ടി വരുന്നത്. ആ വിനേഷ് ഫോഗട്ടും കൂട്ടാളികളുമാണ് ഡൽഹിയുടെ തെരുവീഥികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, വേദനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് തെരുവിൽ പോരാടേണ്ടി വന്നത്. 1-2 ദിവസമല്ല, 40 ദിവസം തെരുവിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോയത് ഇന്ന് ഒളിമ്പിക്സിൽ മെഡൽ നേടുമെന്ന് അഭിമാനപൂർവ്വം ഒരു രാജ്യം ചേർത്ത് വെക്കുന്ന ഈ വിനേഷ് ഫോഗട്ടിനെയാണ്. തെരുവിലിട്ട് വലിച്ചിഴച്ചു. പോലീസ് ക്രൂരമായി പെരുമാറി. പോലീസിനെന്ത് കായിക താരം, എന്ത് മെഡൽ? അവരുടെ യജമാനൻ രാഷ്ട്രീയക്കാരൻ. അവർ പറയുന്നത് പോലെ അനുസരിക്കുന്ന കേവല മൃഗങ്ങൾക്കപ്പുറത്തുയരാൻ അവർക്കെങ്ങനെ കഴിയും? ആ തെരുവുകളിലൂടെ കൊണ്ടുപോകുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് രാജ്യത്തിൻ്റെ പതാകയായിരിക്കണം. കാരണം ഈ രാജ്യത്തിന് വേണ്ടിയാണ് അവൾ സ്വർണം നേടിയത് അധികവും. എന്നിട്ട് തൻ്റെ സ്വർണം ഒരു ഘട്ടത്തിൽ ഗംഗയിലേക്ക് വലിച്ചെറിയുമെന്നും ഇനി ഒരിക്കൽ പോലും ഈ രാജ്യത്തിന് വേണ്ടി അങ്ങനൊന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞ അവളുടെ ഉള്ളിൽ ഒരു ഭാരതീയ പൗരനെന്ന ആ കനൽ അടങ്ങിയില്ലെന്നതിന് തെളിവാണ് ആ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെയും ന്യായമായും അഭിമാനപൂർവ്വവും പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും പാരീസിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം അവൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ അവളുടെ കോച്ച് പൊട്ടി കരയുന്നുണ്ട്. ആ കരയുന്നത് വിജയത്തിൻ്റെ കരച്ചിൽ മാത്രമല്ല, കഷ്ടപ്പാടുകളുടെ, വേദനകളുടെ നടുവിലെ സങ്കടങ്ങളുടെ പെരുമഴയിൽ നിന്ന് അവൾ വിജയിച്ചതിൻ്റെ സന്തോഷം കൂടിയാണ്. അതുകൊണ്ടാണ് അവളുടെ ഈ ഫൈനൽ പ്രവേശനത്തെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും അഭിമാനപൂർവ്വം തൻ്റെ പേജിൽ പങ്കുവച്ചത്. അതെ, അവളുടെ മെഡലിനായി കാത്തിരിക്കുന്നു. ആ മെഡലിന് ഒരു രാജ്യത്തിൻ്റെ കായിക പ്രതിഭയുടെ തിളക്കം മാത്രമല്ല, തെരുവുകളിൽ അവഗണിക്കപ്പെട്ട, വേദനിക്കപ്പെട്ട, മുറിവേൽക്കപ്പെട്ട സഹോദരിമാരുടെ അഭിമാനത്തിൻ്റെ തിളക്കം കൂടിയുണ്ട്.